ഒരു തെറ്റ് ചെയ്താൽ അത് ഏത് ഉന്നതനായാലും ഒരിക്കൽ ശിക്ഷിക്കപ്പെടുമെന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കരുത്ത്. പ്രമാദമായ കൊലക്കേസുകളിലും ബലാത്സംഗ കേസിലുമൊക്കെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കേസ് അട്ടിമറിക്കാൻ കോടതിയിൽ നിന്നും തൊണ്ടി മുതൽ മാറ്റിയ സംഭവം, അതിന് കൂട്ടുനിന്ന പ്രതിഭാഗം അഭിഭാഷകൻ തന്നെ പിന്നീട് ശിക്ഷിക്കപ്പെടുന്ന അപൂർവമായ കേസ്. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയ കേസിൽ മുൻ മന്ത്രിയും നിലവിൽ MLAയുമായ ആന്റണി രാജു ശിക്ഷിക്കപ്പെടുന്നത് സംഭവം നടന്ന് 3.5 പതിറ്റാണ്ടിന് ശേഷമാണ്. കോടതി തടവ് ശിക്ഷ വിധിച്ചതോടെ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് ഇതോടെ അവസാനിക്കുന്നത്. ഈ കേസിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന പുതിയ പരാതിയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരളത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമായ കേസ്. പ്രതിഭാഗം അഭിഭാഷകനും കോടതി ജീവനക്കാരനും പ്രതിയായ തൊണ്ടി മുതൽ തിരിമറി കേസ് രാഷ്ട്രീയ രംഗത്ത് തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. മുൻ മന്ത്രിയും നിലവിൽ MLAയുമായ ആന്റണി രാജു ശിക്ഷിക്കപ്പെടുമ്പോൾ അതൊരിക്കൽ കോടതിയിൽ അപമാനിക്കപ്പെട്ട പോലീസിൻ്റെ വിജയം കൂടിയാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനും മുൻ കോടതി ജീവനക്കാരനായ ജോസിനും 3 വർഷം തടവാണ് ശിക്ഷ. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചതിനാൽ ആന്റണി രാജുവിൻ്റെ MLA പദവി നഷ്ടമാകും. അപ്പീൽ നൽകാനായി ആന്റണി രാജുവിനും ജോസിനും 1 മാസത്തേക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. വിധി വന്നതോടെ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും അയോഗ്യതയുണ്ടാകും. ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 പാക്കറ്റ് ലഹരിമരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ്. സാൽവദോറിന്റെ അഭിഭാഷകയുടെ ജൂനിയറായിരുന്ന ആന്റണി രാജു കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മുതലായ അടിവസ്ത്രം പുറത്തെത്തിച്ച് വെട്ടിത്തയ്ച്ച് ചെറുതാക്കി തിരികെ വെച്ചെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതിയെ ഹൈക്കോടതി വിട്ടയക്കാൻ തൊണ്ടിയിലെ അളവ് വ്യത്യാസം നിർണായകമായി. പാകമാകാത്ത അടിവസ്ത്രമാണ് തെളിവായി ഉണ്ടായിരുന്നതെന്ന വാദമാണ് പ്രതിയെ രക്ഷിച്ചത്. മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ പ്രതി സഹതടവുകാരനോട് തൊണ്ടി മുതൽ തിരിമറി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് 1994 കേസെടുത്തു. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമത്വം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയതോടെയാണ് പ്രതിക്ക് വേണ്ടി ഹാജരായ ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും പ്രതികളായത്. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചതിനാൽ ആന്റണി രാജുവിൻ്റെ MLA പദവി നഷ്ടമാകും. ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മുതൽ 6 വർഷത്തേക്കാണ് അയോഗ്യത. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8(3) അനുസരിച്ചാണ് അയോഗ്യത. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയായ 3 വർഷമാണ് നൽകിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപ്പീൽ നൽകാനായി ആന്റണി രാജുവിനും ജോസിനും 1 മാസത്തേക്ക് ജാമ്യം അനുവദിച്ചു. വിധി പ്രസ്താവത്തിന് ശേഷം കോടതിക്ക് പുറത്തേക്ക് വന്ന ആന്റണി രാജുവിന് നേരെ കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചപ്പോൾ സൈബറിടത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് ശ്രീനിവാസൻ ചിത്രം ആനവാൽ മോതിരം. ഓസ്ട്രേലിയൻ പൗരൻ ലഹരി കേസിൽ അറസ്റ്റിലാകുന്നത് 1990 ഏപ്രിലാണ്. പിറ്റേ വർഷം പുറത്തിറങ്ങിയ സിനിമയിലും സമാനമായ രംഗമുണ്ട്. ലഹരി കേസിലെ തൊണ്ടി മുതൽ കോടതിയിൽ വെച്ച് നഷ്ടപ്പെട്ടതും കേസിൽ പോലീസിന് തിരിച്ചടിയായതുമെല്ലാം രസകരമായാണ് ശ്രീനിവാസൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. സിനിമയിൽ പോലീസിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ യഥാർത്ഥ കഥയിലെ ക്ലൈമാക്സിൽ പോലീസിനാണ് വിജയം. ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കടത്തിയ ലഹരിമരുന്നുമായി ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ പിടിയിലാകുന്നത്. ആ കേസിൽ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനെ പ്രതിക്കൂട്ടിലാക്കിയ കേസ്. കേസിൽ പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയച്ചിരുന്നു.
ഇതിന് സമാനമായ രംഗങ്ങൾ 1991 പുറത്തിറങ്ങിയ ആനവാൽ മോതിരം എന്ന ചിത്രത്തിലുമുണ്ട്. ടി ദാമോദരന്റെ തിരക്കഥയിൽ GS വിജയൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീനിവാസൻ, സുരേഷ് ഗോപി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയിലെ വില്ലനായ ആൽബർട്ടോ ഫെല്ലിനി എന്ന വിദേശ പൗരനെ ശ്രീനിവാസന്റെ കഥാപാത്രമായ CI ജെയിംസ്, സുരേഷ് ഗോപിയുടെ SI നന്ദകുമാർ എന്നിവരടങ്ങുന്ന സംഘം പിടികൂടുന്നതാണ് സിനിമയിലെ രംഗം. ചോദ്യം ചെയ്യലിനിടെ അയാളുടെ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് കണ്ടെത്തുന്നു. തൊണ്ടി മുതലായി പോലീസ് കണ്ടെടുത്ത അടിവസ്ത്രം മാറിയത് കേസിന്റെ വിചാരണയിൽ തിരിച്ചടിയായി. അങ്ങനെ പ്രതിയുടെ പേരിൽ ആരോപിച്ച കുറ്റകൃത്യം പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആൽബർട്ടോ ഫെല്ലിനിയെ വെറുതെ വിടുന്നത് ആനവാൽ മോതിരം എന്ന സിനിമയിലെ രംഗമാണ്. ആന്റണി രാജു കേസ് വീണ്ടും ചർച്ചയായപ്പോൾ ഈ ശ്രീനിവാസൻ ചിത്രവും സൈബറിടത്ത് ചർച്ചയാണ്. യഥാർത്ഥ സംഭവത്തിൽ 1990 നടന്ന കേസിൽ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവദോർ സർവലിയെ വെറുതെ വിട്ടതിന് പിന്നാലെ കേസിൽ കൃത്രിമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ CI KK ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകിയിരുന്നു. 3 വർഷം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഓസ്ട്രേലിയയിലേക്ക് കടന്ന ആൻഡ്രൂ അവിടെ കൊലക്കേസിൽ പെടുകയും തടവിൽ വെച്ച് സഹതടവുകാരനോട് കേരളത്തിലെ കേസിനെ കുറിച്ച് പറയുകയുമായിരുന്നു. തുടർന്ന് ഇന്റർപോളാണ് CBIക്ക് വിവരം കൈമാറുന്നത്. CBI കേരള പോലീസിന് കത്ത് നൽകി. തുടർന്നാണ് ആന്റണി രാജുവിനെതിരെ കേസെടുത്തത്. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കി എന്ന കേസിലാണ് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വന്തം ഭാര്യ മറ്റൊരാളുമായി സൗഹൃദത്തിലാകുന്നു. ആ ബന്ധത്തിൽ അവൾ ഗർഭം ധരിക്കുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ച് അങ്ങേയറ്റം മാനഹാനിയും നാണക്കേടും ഉണ്ടാക്കുന്ന കാര്യമാണത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രണയിച്ച് വിവാഹം കഴിച്ച ആ ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് രാഹുൽ തകർത്തത്. ആ യുവാവും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നം അവസരമാക്കിയാണ് രാഹുൽ പെൺകുട്ടിയുമായി അടുത്തത്. തൻ്റെ ജീവിതം തകർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് പരാതിക്കാരിയുടെ ഭർത്താവ്. രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവാവ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചുവെന്നും പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തുവെന്നും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. കുടുംബ പ്രശ്നം തീർക്കാനാണ് താൻ ശ്രമിച്ചതെന്നാണ് രാഹുൽ കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ രാഹുൽ തന്റെ കുടുംബം തകർക്കുകയാണ് ചെയ്തതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയെ വശീകരിക്കാൻ ശ്രമിച്ചു. താനില്ലാത്ത സമയങ്ങളിൽ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി. ഗർഭിണിയാവാൻ നിർബന്ധിച്ചുവെന്നും ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് നൽകിയെന്നും പരാതിയിലുണ്ട്. വിഷയത്തിൽ തനിക്ക് വലിയ മാനനഷ്ടമുണ്ടായെന്നും വിവാഹിതയായ സ്ത്രീയെ വശീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ്. കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല. കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അത് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കാൻ കഴിയില്ല. കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു MLA ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ല. ഇതില് ഇപ്പോ ഈ പറഞ്ഞ യുവതി
ഗർഭിണിയായി എന്ന് പറയുന്നു, അബോർഷന് വിധേയാക്കി എന്ന് പറയുന്നു. ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഭർത്താവുമായുള്ള പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടെന്നായിരുന്നു രാഹുലിന്റെ വാദം. ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് ഭർത്താവിന്റെ പ്രതികരണം. പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പരാതിയും കേസുമായി യുവതി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഇര താനാണ്. വലിയ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നു. മാനസികമായി തളർന്ന താൻ കേസുമായി മുന്നോട്ട് പോകും. ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൈമാറുമെന്നും യുവാവ് വ്യക്തമാക്കി. നേരത്തെ യുവതിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഭർത്താവിന്റെ മൊഴിയെടുത്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും പൊതുവിടത്തും വ്യക്തിജീവിതത്തിലും മാന്യത പുലർത്തേണ്ടവരാണ്. ഉന്നത രാഷ്ട്രീയ നേതാവിന് മാത്രമല്ല, സാധാരണ പ്രവർത്തകർക്കും അത് ബാധകമായിരിക്കണം. എന്നാൽ ഇക്കാലത്ത് പൊതുപ്രവർത്തനത്തിൻ്റെ മറവിൽ നടക്കുന്ന അഴിഞ്ഞാട്ടം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് BJP പ്രാദേശിക നേതാവാണ്. BJP ബൂത്ത് പ്രസിഡന്റ് സുരേഷിനെതിരെയാണ് പരാതി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയി. ആലത്തൂരിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 65-കാരിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത്. ആലത്തൂർ കാവശ്ശേരിയിലെ പാടൂർ പുറമ്പോക്കിൽ കൂര കെട്ടി കഴിയുകയാണ് 65-കാരി. പുലർച്ചെ 3:30യോടെയായിരുന്നു തനിച്ചു കഴിയുന്ന വയോധികയ്ക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. ഉറങ്ങിക്കിടക്കുമ്പോൾ കൂര പൊളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. വയോധിക കുതറിമാറി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിക്രമത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ച വയോധികയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനും പ്രതി ശ്രമിച്ചു. ബഹളം കേട്ട് സമീപവാസികൾ ഓടിക്കൂടി. ഇവരാണ് വൃദ്ധയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വയോധികയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പൊളിച്ചിട്ട് ഉള്ളിക്കയറിയിട്ട് ആരും മടക്കിയിരിക്കണു. കട്ടിലിനരികില് പേടിച്ചിട്ട് ആദ്യം കരഞ്ഞപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല, ആരും കൂടെ വരില്ല പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നീ എന്തിനു കൂടെ ഈ ഷെഡിന്റെ ഉള്ളിൽ കയറി എന്താ കയറി തൊട്ട് പോവാൻ കാഴ്ച കൊടുത്ത് തള്ളിയിട്ടു. സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതി സുരേഷും മറ്റ് 3 പേരും പാടൂർ അങ്ങാടിയിൽ പരസ്യ മദ്യപാനം നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മദ്യലഹരിയിൽ അങ്ങാടിയിലെ ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് ബോർഡ് തകർത്തതിനും സുരേഷിനും സംഘത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ആലത്തൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. കുട്ടികൾ വീടിന് പുറത്ത് കളിക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ പോകുമ്പോൾ മാതാപിതാക്കളുടെ ശ്രദ്ധ അവരുടെ മേലുണ്ടാകണം കേട്ടോ. കാരണം ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് വീടിന് പുറത്ത് സൈക്കിൾ ചവിട്ടി നടന്ന 13-കാരനെ പീഡിപ്പിച്ചത് അയൽവാസിയാണ്. കുട്ടിയുമായി സൗഹൃദത്തിലായ ശേഷമാണ് 60-കാരൻ ലൈംഗികമായി ചൂഷണം ചെയ്തത്. കേസിൽ നെടുമങ്ങാട് പത്താംകല്ല് സ്വദേശി ഷിയാദ് മൊയ്തീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമങ്ങാട് പത്താംകല്ല് ഗ്രൗണ്ടിൽ പതിവായി സൈക്കിൾ ചവിട്ടാൻ പോകുന്ന 13 വയസ്സ് പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥിയുമായി പതിവായി സംസാരിച്ച് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്ന ഷിയാദ് മൊയ്തീൻ ഒരു ദിവസം ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾ നടത്തുകയായിരുന്നു. അതിനുശേഷം കുട്ടിക്ക് ഇയാൾ 10 രൂപ കൊടുക്കുകയും ചെയ്തു. ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും എന്നും ഭീഷണിപ്പെടുത്തി. തുടർന്നും പല ദിവസങ്ങളിലും ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടുപോയി പത്താംകല്ല് സമീപമുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡനം തുടരുകയായിരുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് ഓട്ടോ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ്
പോലീസിൽ വിവരമറിയിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെടുമങ്ങാട്. തൃശൂർ തിരുവില്ലാമലയിൽ ബാറിലുണ്ടായ സംഘർഷമാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. ബാറിലെ മുൻ ജീവനക്കാരനും സംഘവും ചേർന്നാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ബാർ ജീവനക്കാരൻ സുബ്രഹ്മണ്യനെ ഹോട്ടലിന് പുറത്തേക്ക് വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കേസിൽ മുൻ ബാർമാനായ ഗിരീഷും 2 സുഹൃത്തുക്കളും പോലീസിന്റെ പിടിയിലായി. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം. മാരകായുധങ്ങളുമായി എത്തിയ ഗിരീഷും സംഘവും ഹോട്ടൽ വെയിറ്ററായ സുബ്രഹ്മണ്യനെ റെസ്റ്റോറന്റിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ഹോട്ടൽ മുറ്റത്ത് കൂടി വലിച്ചിഴച്ച് റോഡിലെത്തിച്ചാണ് മർദ്ദിച്ചത്. കത്തിയും കല്ലും ഉപയോഗിച്ച് സുബ്രഹ്മണ്യനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാറിലെത്തി മദ്യപിച്ച ഗിരീഷ് സുബ്രഹ്മണ്യനുമായി വാക്കുതർക്കമുണ്ടായി. അതിന്റെ വൈരാഗ്യമാണ് മർദ്ദന കാരണം. താടിയെല്ലിനും കാലിനും പരിക്കേറ്റ സുബ്രഹ്മണ്യനെ ബാർ അധികൃതർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോയ ദൃശ്യ കൊലക്കേസ് പ്രതി ബിനീഷ് സംസ്ഥാനം വിട്ടിരിക്കുന്നു. പ്രതി രക്ഷപ്പെട്ട് 5 ദിവസം പിന്നിടുമ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ബിനീഷ് കേരളം വിട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇതോടെ പ്രതിക്കായി 4 ഭാഷകളിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇയാൾക്ക് രക്ഷപ്പെടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദൃശ്യാവധക്കേസ് പ്രതി വിനീഷിനെ ഇതുവരെ കണ്ടെത്താനാകാത്തത് പോലീസിന് തിരിച്ചടിയാണ്. പ്രതി രക്ഷപ്പെട്ടിട്ട് 5 ദിവസമായിട്ടും സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. വിനീഷിനെ കണ്ടെത്താൻ അന്വേഷണ സംഘം കർണാടക പോലീസുമായി ബന്ധപ്പെട്ടു. പ്രതി സംസ്ഥാനം വിട്ടിട്ടില്ലെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നിലപാട് തിരുത്തിയിരിക്കുന്നു. വിനീഷ് കേരളം വിട്ടിട്ടുണ്ടാകാനാണ് സാധ്യതയെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. ഇത് 2ാം തവണയാണ് പ്രതി കുതിരവട്ടത്തു നിന്ന് രക്ഷപ്പെടുന്നത്. 2022 ആദ്യം രക്ഷപ്പെട്ടപ്പോൾ വിനീഷിനെ പോലീസ് കണ്ടെത്തിയത് ധർമ്മസ്ഥലയിലാണ്. അന്ന് അവിടെ ആരെങ്കിലുമായും പരിചയപ്പെട്ടോ എന്നും ഇപ്പോൾ അവിടെ എത്താൻ സാധ്യതയുണ്ടോ എന്നുമാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാകും കേരള പോലീസ് കർണാടകയിലേക്ക് പോവുക. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നുകളഞ്ഞാൽ പിടികൂടുക എളുപ്പമാകില്ല. വിനീഷിന് രക്ഷപ്പെടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. കുറ്റവാളി തനിച്ചാണ് ശുചിമുറിയുടെ ചുമർ തുരന്ന് ചുറ്റുമതിൽ ചാടിക്കടന്ന് പുറത്തെത്തിയത്. DCPയുടെയും മെഡിക്കൽ കോളേജ് ACPയുടെയും സ്ക്വാഡുകളെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണ സംഘം കണ്ണൂർ ജയിലിലെത്തി പ്രതി വിനീഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ കുത്തിവീഴ്ത്തിയത്. റിമാൻഡിലായ വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഇയാളെ 2022 കുതിരവട്ടത്തേക്ക് മാറ്റി. എന്നാൽ ഇവിടെ നിന്ന് ചാടിപ്പോയ ഇയാൾ പോലീസ് പിടിയിലായി. 2 ആഴ്ച മുൻപാണ് വിനീഷിനെ വീണ്ടും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. മുമ്പ് ഒരു തവണ കുതിരവട്ടത്തു നിന്ന് രക്ഷപ്പെട്ട പ്രതിയായിട്ടും വേണ്ടത്ര സുരക്ഷയില്ലാതെ ഇയാളെ പാർപ്പിച്ചതിനെതിരെ വ്യാപക വിമർശനമുയരുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം സ്വദേശിയായ വയോധികൻ ഇപ്പോൾ വെർച്വൽ അറസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോഴേ പേടിയാണ്. സൈബർ തട്ടിപ്പുകാരുടെ വലയിൽപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതാണ് 74-കാരൻ.
തട്ടിപ്പുകാരുടെ ഭീഷണിക്ക് വഴങ്ങി പണം നിക്ഷേപിക്കാൻ ബാങ്കിലെത്തിയ ആ വയോധികൻ ഒന്നുറപ്പിച്ചിരുന്നു. സമ്പാദ്യം മുഴുവൻ നഷ്ടമായാൽ താൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്നാൽ ആത്മഹത്യയെന്ന് മനസ്സിൽ ഉറപ്പിച്ച ആ മനുഷ്യന് മുന്നിലേക്കാണ് ദൈവദൂതന്മാരായി ബാങ്ക് അധികൃതരും പോലീസും എത്തിയത്. ഡിസംബർ 17 രാവിലെ 10:30 വാട്സപ്പിലൂടെ ശ്രീവരാഹം സ്വദേശിക്ക് തട്ടിപ്പുകാരുടെ സന്ദേശം ലഭിച്ചത്. മുംബൈ കൊളാബ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ കോൾ. ചില അനധികൃത പണമിടപാടുകൾ നടത്തിയതായി വിവരം ലഭിച്ചെന്നും അതിൽ ചിലരെ പിടികൂടിയതായും തട്ടിപ്പുകാർ അറിയിച്ചു. ഡിസംബർ 25 വരെ തട്ടിപ്പുകാർ അദ്ദേഹത്തോട് കേസ് സംബന്ധിച്ച വിവരങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. 26 മുതൽ ഇദ്ദേഹം പൂർണ്ണമായും വിർച്വലി അറസ്റ്റാണെന്ന് വിശ്വസിപ്പിച്ചു. അടുത്ത ദിവസം ADGP എന്ന പേരിൽ ഒരാൾ ബന്ധപ്പെടുകയും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനും ആവശ്യപ്പെട്ടു. വീട്ടിൽ ഭാര്യയോട് പോലും ഇക്കാര്യങ്ങളെല്ലാം ഇത്രയും ദിവസം ഈ 74-കാരൻ മറച്ചുവെച്ചു. ഭയം മൂലം ഒന്നും സംസാരിക്കാനാകാത്ത അവസ്ഥ. ഭയന്ന് വിറച്ച വയോധികൻ പിറ്റേന്ന് രാവിലെ പണമയക്കാനായി ബാങ്ക് ഓഫ് ബറോഡയുടെ ഫോർട്ട് ശാഖയിൽ എത്തി. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പണം അയക്കാനായില്ല. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ ഒരു ബാങ്കിലേക്കാണ് പണം അയക്കേണ്ടിയിരുന്നത്. സംശയം തോന്നിയ ബാങ്ക് അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സൈബർ പോലീസ് എത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് സൈബർ പോലീസ് വിളിക്കുകയും ചെയ്തു. യഥാർത്ഥ പോലീസാണെന്ന് മനസ്സിലാക്കിയ തട്ടിപ്പുകാർ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചതോടെ നമ്പർ ബ്ലോക്കായി. പിന്നാലെ തട്ടിപ്പുകാർ അയച്ച സന്ദേശങ്ങളെല്ലാം അപ്രത്യക്ഷമാകുകയും ചെയ്തു. താൻ ഇക്കാലം അത്രയും അധ്വാനിച്ച് സമ്പാദിച്ച പണമെല്ലാം നഷ്ടമായാൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് തീരുമാനിച്ച വയോധികൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ ഏറെ സമയം വേണ്ടിവന്നു. കാര്യങ്ങൾ പറഞ്ഞ വയോധികനെ ബോധ്യപ്പെടുത്തിയ പോലീസ് അയാളെ സമാധാനിപ്പിച്ച് മടക്കി അയക്കുകയും ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. രാവിലെ ബൈക്കിൽ കറങ്ങി നടന്ന് പാൽ വിറ്റ് ഉപജീവനം നടത്തുന്നയാളാണ് മലപ്പുറം ചങ്ങരംകുളം സ്വദേശി കബീർ. എന്നാൽ ഇതുപോലുള്ള സാധാരണക്കാരെ പോലും കൊള്ളയടിക്കുന്ന കവർച്ചാ സംഘങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കബീർ രാവിലെ പാൽ കച്ചവടം നടത്തുന്നതിനിടെയാണ് ബൈക്കിലെത്തിയ സംഘം പോലീസാണെന്ന് പറഞ്ഞ് ആക്രമിച്ച് ബൈക്കും പണവും മൊബൈൽ ഫോണും കവർന്നത്. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം വളയംകുളത്ത് അസബാഹ് കോളേജിന് സമീപം ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ സംഘം പാൽ വിതരണക്കാരനെ ആക്രമിച്ച് ബൈക്കും പണവും മൊബൈൽ ഫോണും കവർന്നു. പാൽ വിതരണത്തിനെത്തിയ മാങ്കുളം സ്വദേശി കബീറിനെയാണ് സംഘം ആക്രമിച്ചത്. 2 ബൈക്കുകളിലായി എത്തിയ 3 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. പോലീസാണെന്ന് പറഞ്ഞാണ് സംഘം കബീറിനെ തടഞ്ഞു നിർത്തിയത്. ആക്രമികളാണെന്ന് തോന്നിയതോടെ കബീർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. സംഭവത്തിനിടെ പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന പോലീസ് സംഘം എത്തിയെങ്കിലും അക്രമി സംഘം സ്കൂട്ടറും പണവും മൊബൈലും എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ CCTVകൾ പരിശോധന നടത്തി വരികയാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. കർണാടകയെ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൈസൂരു ഹൊൻസൂരിലെ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 10 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും പ്രതികളെ കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണ്. അതിനിടെ കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന മൈസൂരു SP-യെ സ്ഥലം മാറ്റിയ നടപടി ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്.
മൈസൂരു ഹൊൻസൂരിൽ ബൈക്കിലെത്തിയ 5-അംഗ സംഘം തോക്കു ചൂണ്ടി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് മലയാളിയുടെ ഉടമസ്ഥയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നാടിനെ ഞെട്ടിച്ച കവർച്ച. 8 മിനിറ്റ് കൊണ്ട് സംഘം 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് കവർന്നത്. 10 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തുവെന്നാണ് FIR. തടയാൻ ശ്രമിച്ച ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർത്തു. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ 2 പ്രതികളുടെ മുഖം വ്യക്തമാണ്. എന്നാൽ ഇവർ ആരാണെന്നതിൽ പോലീസിന് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. 3 ദിവസം മുൻപ് ഹൊൻസൂരിലെ ഒരു ലോഡ്ജിൽ തങ്ങിയാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കവർച്ചയ്ക്ക് ശേഷം സംഘം എങ്ങോട്ട് പോയി എന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഇതിനിടയിൽ ജ്വല്ലറി കവർച്ച കേസ് അന്വേഷണം മേൽനോട്ടം വഹിച്ചിരുന്ന മൈസൂർ SP വിഷ്ണുവർദ്ധനെ സ്ഥലം മാറ്റിയ നടപടി ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്വന്തം ജില്ലയിൽ പട്ടാപ്പകൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന കവർച്ചയിൽ പോലീസിന് തുമ്മുണ്ടാക്കാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി ലഹരി ഒഴുകുകയാണ്. ഇവിടെ ജോലിക്കെന്ന വ്യാജേന എത്തുന്നവർ ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് ഉൾപ്പെടെ കൊണ്ടുവരുന്നത്. ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന പ്രതിയെ തിരൂരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാൾ സ്വദേശിയാണ് 3.5 കിലോ കഞ്ചാവുമായി പിടിയിലായത്. തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി യുവാക്കൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനെത്തിച്ച 3.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പയ്യനങ്ങാടി തങ്ങൾസ് റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ ബോൾദഹ സ്വദേശി സാബുജ് മൊണ്ടലിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച് തിരൂരിൽ ചില്ലറ വിൽപ്പന നടത്തുന്ന ആളാണ് സാബുജ് എന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് ചെറുപുതികൾ ആക്കി ആവശ്യക്കാരായ യുവാക്കൾക്ക് എത്തിച്ചു നൽകുന്നതാണ് രീതി. 2024-ലും സമാനമായി കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് സാബുജ് അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ആരാണ് എൻ്റെ സങ്കടവും ദുഃഖവും ഒക്കെ കേൾക്കാനുള്ളത്? എനിക്ക് ഈ ലോകത്ത് ആരുമില്ലെന്നേ. ചില നിമിഷങ്ങളിൽ, അതായത് തനിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ടോ? ഇനി എന്തിനു ജീവിക്കണമെന്ന ചിന്ത. പ്രിയപ്പെട്ടവരുടെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, മനസ്സിൽ വല്ലാത്ത പിരിമുറുക്കമുണ്ടാകുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും ഭേദപ്പെട്ട ജോലിയുമൊക്കെ ഉണ്ടെങ്കിലും ചില സങ്കടങ്ങൾ ഉള്ളിലൊരു നൊമ്പരമായിരിക്കും. ആലപ്പുഴ അമ്പലപ്പുഴയിൽ യുവ അഭിഭാഷക ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുന്നപ്ര പറവൂർ സ്വദേശിനി അഡ്വക്കേറ്റ് രഞ്ജിതയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. എന്നാൽ മരണകാരണം വ്യക്തമല്ല. ഇതുപോലെ ആത്മഹത്യാ പ്രവണത തോന്നിയാൽ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണം കേട്ടോ. പരമാവധി ഒറ്റയ്ക്കിരിക്കാതിരിക്കാൻ ശ്രമിക്കണം. ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ലെന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.